ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിന്റെ ജീവിതത്തെ ചരിത്രപരമായ കാലഘടനയോടെ ലോകത്തിന് പരിചയപ്പെടുത്തിയ വിശുദ്ധന്റെ സ്മരണ പുതുക്കുന്ന ഈ വേളയിൽ സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രഡിലെ സെന്റ് മാർക്സ് ചർച്ച് അതിന്റെ ചരിത്രപരമായ ഗാംഭീര്യം കൊണ്ട് വീണ്ടും ശ്രദ്ധേയമാകുന്നു. വിശുദ്ധ മർക്കോസിന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ കുറഞ്ഞ വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂവെങ്കിലും സഭാചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം അദ്വിതീയമാണ്. യഹൂദ കുടുംബത്തിൽ ജനിച്ച മർക്കോസ് യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഒരു യുവാവായിരുന്നു. സഭയുടെ ആദ്യകാല വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ സുവിശേഷ രചനയിൽ പ്രതിഫലിപ്പിച്ചു. തൻ്റെ ബന്ധുവായ ബർണബാസിനും പൗലോസ് അപ്പോസ്തോലൻ്റെയും ഒപ്പം ആദ്യകാല പ്രേക്ഷിത യാത്രകളിൽ അദ്ദേഹം പങ്കുചേർന്നു. പൗലോസ് തടവിലായിരുന്നപ്പോൾ മർക്കോസ് അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി ഉണ്ടായിരുന്നു. വിശുദ്ധ പത്രോസിന്റെ വലങ്കയും ശിഷ്യനും തർജ്ജമക്കാരനുമായിരുന്നു മർക്കോസ്. പത്രോസിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം റോമിൽ വെച്ച് AD 65 70 ഇടയിൽ സുവിശേഷം രചിച്ചത്. 4 സുവിശേഷങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതും ചരിത്രപരമായ രീതിയിൽ ക്രോഡീകരിച്ചതുമാണ് ഇത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ മെത്രാനായിരിക്കെ അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ പിന്നീട് വെന്നീസിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട്. ബെൽഗ്രഡിലെ താഷ് മൈതാൻ പാർക്കിന് നടുവിൽ ബൈസന്റൈൻ സെർബിയൻ വാസ്തുവിദ്യയുടെ വിസ്മയമായി നിലകൊള്ളുകയാണ് ഈ ദേവാലയം. 1835 നിർമ്മിച്ച പഴയ തടിപ്പള്ളി 1941 ജർമ്മൻ ബോംബാക്രമണത്തിൽ തകർന്നിരുന്നു. തുടർന്ന് 1931 മുതൽ 1940 വരെയുള്ള കാലയളവിലാണ് ഇന്നത്തെ ഭീമാകാരമായ പള്ളി നിർമ്മിക്കപ്പെട്ടത്. കെസോവോയിലെ പ്രശസ്തമായ ഗ്രാക്കാനിക്ക മൊണാസ്ട്രിയുടെ മാതൃകയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സെർബിയൻ രാജവംശത്തിന്റെ ഒരു ചരിത്ര സ്മാരകം കൂടിയാണിത്. 1903 കൊല്ലപ്പെട്ട അലക്സാണ്ടർ ഒബ്രോനോവിച്ച് രാജാവിന്റെയും ഡ്രാക്ക രാജ്ഞിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ ഇവിടെയുള്ള രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്നു. 14-ാം നൂറ്റാണ്ടിലെ ചക്രവർത്തി സ്റ്റെഫാൻ ദുഷാന്റെ കല്ലറയും ഈ പള്ളിയുടെ തെക്കേ ചുവരിലുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിലെ വ്യോമാക്രമണത്തെ അതിജീവിച്ച ഈ ദേവാലയത്തിന്റെ പുറം ചുവരുകളിൽ ഇന്നും വെടിയുണ്ടകളുടെയും ഷെല്ലുകളുടെയും പാടുകൾ കാണാം. നഗരത്തിന്റെ സഹനശക്തിയുടെ പ്രതീകമായി ഇവ മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കുന്നു. പള്ളിക്കുള്ളിലെ കമാനങ്ങളുടെയും താഴികക്കുടത്തിന്റെയും പ്രത്യേക രൂപകൽപ്പന കാരണം ഗായക സംഘങ്ങൾ പാടുമ്പോൾ ഒരു പ്രത്യേക പ്രഭാവലയം രൂപപ്പെടുന്നു. സാധാരണ ഓർത്തഡോക്സ് പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ചിത്രങ്ങളിൽ കടും നീല, പർപ്പിൾ, കടും സ്വർണം എന്നിവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെർബിയൻ ജനത നൂറ്റാണ്ടുകളായി അനുഭവിച്ച കഷ്ടപ്പാടുകളെയാണ് ഈ നിറങ്ങൾ സൂചിപ്പിക്കുന്നത്. ബെൽഗ്രഡിലെ തിരക്കേറിയ നഗരജീവിതത്തിനിടയിൽ പ്രശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന സെന്റ് മാർക്ക് ചർച്ച് സുവിശേഷകനായ വിശുദ്ധ മർക്കോസിനോടുള്ള ആദരവായും സെർബിയൻ പാരമ്പര്യത്തിന്റെ കാവലാളായും ഇന്നും തലയുയർത്തി നിൽക്കുന്നു.